ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. അപ്പം രാവിലെ 7 മണിയായി, പൂക്കോളം ഇടണം. ആരും എഴുന്നേറ്റിട്ടില്ല, നമുക്ക് അവരെ വിളിക്കാം. ഇവിടെ പൂക്കളൊക്കെ സെറ്റായിട്ടിരിക്കണേ. ഇനി എല്ലാരും വന്നിട്ട് നമുക്ക് ഇത് കിള്ളി തുടങ്ങാം. അമ്മനൻ്റെ കിള്ളി കിള്ളി അവസാനം പൂവിന്റെ ഇതള് ഇങ്ങനെയാണ് അരിയേണ്ടത്. എന്നിട്ട് ഇതേ ധൃതി പിടിച്ച് കിള്ളണേ. മിടിക്കേറ്റ് ഞാൻ അരിഞ്ഞു. എനിക്കെല്ലാം സ്പീഡിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. എന്താണ് ചെയ്യണം? പൂവിന്റെ വേണ്ട വേറെ കാര്യമായിട്ട് പണിയെടുക്കണേ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അരിയണേ. ഇച്ചിരി പാടുള്ള പൂവ് സ്നേഹിച്ചിനെ പോലത്തെ എക്സ്പേർട്സ് ആണ് ഇത് ഇടാൻ വേണ്ടി. നമ്മള് പൂക്കൾ ഇടാനുള്ള പൂക്കളൊക്കെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പണിയെടുക്കണ ചേട്ടന്മാര്. ഹലോ, ഹാപ്പി ഓണം. നമ്മുടെ പൂക്കളത്തിന്റെ ഡിസൈൻ കണ്ടുപിടിച്ചേക്കണത് പ്രണവമാണ് കേട്ടാ. കുഞ്ഞുങ്ങളെ കൊണ്ട് അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വരപ്പിക്കണേണ്. പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തിട്ടാണ് അതേ പൂക്കളൊക്കെ വരക്കണത്. മായിന് പോയതൊക്കെ പപ്പതേ സാൻഡ്രോ ദേ ഇവിടെ ഇവരെന്താണ് ഈ കാണിക്കണേന്നൊക്കെ നോക്കിയിരിക്കണേണ്. ഫോട്ടോ ഒക്കെ എടുത്തോ? ഇവിടെ ലിപ്സ്റ്റിക് ഇടുകയാണ്. നമ്മളിത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറേ ഫോട്ടോസൊക്കെ എടുക്കണം. ഫോട്ടോസൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്യാം. ദേ സാൻഡ്രോ ദേ നമ്മുടെ പൂക്കളത്തിന് ചുറ്റും ഇങ്ങനെ തിരുവാതിര കളിക്കണ പോലെ നടക്കണിരുന്ന്. ഫുഡൊക്കെ ദേ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ദേ കുറേ കറികളൊക്കെ ഉണ്ട്, പായസം എല്ലാം റെഡിയാണ്. ദേ മിച്ചേച്ചിയും ചേട്ടനും ഇപ്പോൾ വന്നോളൂ. അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെഡി ആവാന്നാണ് പറഞ്ഞേക്കണത്. സ്നേഹച്ചേച്ചി ഇവിടെ വാഴയിലൊക്കെ തുടങ്ങി. ചിപ്സൊക്കെ ഇട്ട് നമുക്കിങ്ങനെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഗസ്റ്റ് ഉണ്ട് നമുക്ക്. ചേട്ടന്മാരുടെ കൂട്ടുകാരൻ്റെ വൈഫും 2 പിള്ളേരും ഉണ്ട്. നെലിയമ്മ രാവിലെ തൊട്ട് ഭയങ്കര ബിസിയാണ്. രാവിലെ പൂവിളണ തിരക്കിലായിരുന്നു. ഇപ്പം അതേ എല്ലാവർക്കും വിളമ്പി കൊടുക്കണേന്.
കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന്. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? ഒരാള് ഇവിടെ തൈര് സൈഡിലായിട്ട് വെച്ചു കൊടുക്കണത്. ചോറിലാണ് തൈര് ഇടണത്. ഒരാളിത് തൈരൊക്കെ സൈഡിൽ ഇട്ട് കൊടുക്കാൻ. പ്രണമോന്റെ വീഡിയോ ഞങ്ങൾ നാളെ ഇറക്കുന്നതാണ്. കഴിക്കലും നിർത്തിയിട്ട് നോക്കിക്കണ്ടേ. ഈ കുരുത്തം കെട്ടവൻ കാണിച്ചു വെച്ചേക്കണണ്ട. ഞങ്ങളുടെ പൂക്കളത്തിൽ കിടന്ന് ഉറങ്ങി. ഒരാളിതേ ഫുഡ് കഴിച്ച് അവശതയായിട്ടിരിക്കണേ.